ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭിന്നത. 15 സിറ്റിംഗ് എം.എൽ.എമാരെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. സർക്കാരിന്റെ വിശ്വസനീയത നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ചാണ് നടപടി. എന്നാൽ നടപടിയെ എതിർത്ത് ഒരു സംഘം നേതാക്കൾ രംഗത്ത് വന്നു. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, ബി.ജെ.പിക്കുള്ളിൽ പ്രശ്നങ്ങളാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഇരു മുന്നണികളും നടക്കുന്നത്. ഇതിനിടയിലാണ് ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ ഭിന്നിപ്പ് പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ 15 മുതൽ 20ഓളം വരുന്ന സിറ്റിംഗ് എം.എൽ.എമാരെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് ചില നേതൃത്വത്തിലെ ആളുകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ചില നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായില്ലെങ്കിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ബീഹാർ സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്ന പ്രവർത്തനങ്ങളാണ് ഈ എം.എൽ.എമാരൊക്കെ തന്നെയും കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം മാനദണ്ഡങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് സ്ത്രീ വോട്ടർമാരുടെ വോട്ട് കൂടുതൽ ആകർഷിക്കാനുള്ള നടപടികൾ ബി.ജെ.പി. ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ നൽകുന്ന പദ്ധതി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 7,500 കോടി രൂപയാണ് ഇതിനുവേണ്ടിയും കേന്ദ്ര സർക്കാർ വകയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് സീമാഞ്ചൽ മേഖലയിലടക്കം പ്രചാരണം നടക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അടക്കം വോട്ട് നേടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇരു മുന്നണികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. 6-ാം തീയതിയോട് കൂടിയായിരിക്കും ഈ മേഖലയിലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തീയതികൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ 6-ാം തീയതി ബീഹാർ സന്ദർശിക്കുമെന്ന് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും 30-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. പിന്നീടായിരിക്കും ഈ തീയതി പ്രഖ്യാപനം ഉണ്ടാവുക.